ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി വി MD & CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ കൗണ്ടിങ് കഴിഞ്ഞു. റിസൾട്ട് എല്ലാവർക്കും അറിയാം. കേന്ദ്രം ഭരിക്കുന്ന NDAക്ക് ഒറ്റക്കക്ഷി ഭൂരിപക്ഷമില്ല. കോയലേഷൻ ഗവൺമെൻറ്റാണ് വരാൻ പോകുന്നത്. അതിൻ്റേതായ വൊളാറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാനുള്ള ചാൻസസ് ഉണ്ട്. കോയലേഷൻ പാർട്ട്നേഴ്സ് കോപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ പല കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്ന റിഫോം മെഷേഴ്സൊക്കെ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കാം. ഫർദർ പുതിയ റിഫോം മെഷേഴ്സൊക്കെ എടുക്കുമ്പോൾ വളരെ കോഷ്യസ് ആയിട്ടായിരിക്കാം കോയലേഷൻ ഒക്കെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കും വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിംഗിൾ പാർട്ടി മെജോറിറ്റി ഇല്ലാത്തതിൻ്റെ വീക്ക്നെസ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ ഇന്നലെ കണ്ടു. വലിയ വൊളാറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ ഉണ്ടായത്. അടുത്ത ദിവസങ്ങളിൽ പുതിയ ക്യാബിനറ്റ് ഫോർമേഷന് മുമ്പ് കോയലേഷൻ പാർട്ട്നേഴ്സ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് വീണ്ടും വലിയ രീതിയിൽ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ വരാം. ഇനി വൊളാറ്റിലിറ്റി പൊളിറ്റിക്കലി ലിങ്ക്ഡ് ആയിട്ടുള്ള വൊളാറ്റിലിറ്റിയും കൂടി നമുക്ക് വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും പറയുന്നതാണ് നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷനിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളത്. അത്തരത്തിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പാനിക്കൊന്നും ഇതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അല്ലാത്ത ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇന്നലെ പാനിക്കിൽ ലോസിലൊക്കെ പൊസിഷൻ വിറ്റിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെൻറ് മാറിയുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽസ് ഇന്ത്യയുടെ ഡെമോഗ്രഫിക് പിക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഗവൺമെൻറ് പോളിസി ഡിസിഷൻസൊക്കെ മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും നമ്മുടെ ഓവറോൾ ഗ്രോത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടമെൻ്റൽസിനെയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ കോയലേഷൻ ഗവൺമെൻറ് ഒന്നും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബുള്ളിഷ് വ്യൂ കാഴ്ചവെക്കുന്ന നല്ലതാണ്. മാർക്കറ്റിൽ കുറച്ചും കൂടി വൊളാറ്റിലിറ്റി മാർക്കറ്റ് കുറച്ചും കൂടിയൊക്കെ താഴെ വരാവുന്ന ഇവൻറ്റുകളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും നമ്മളൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്ത്യൻ എക്കണോമിക്ക് ആവശ്യമുള്ള സെക്ടേഴ്സിൽ നിന്നുള്ള സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളൊക്കെ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് റെയിൽവേസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സെക്ടർ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ വൊളാറ്റിലിറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ബുള്ളിഷാണ്. പക്ഷേ അടുത്ത കുറച്ച് ദിവസത്തേക്ക് നമുക്ക് വൊളാറ്റിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇന്നലത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മെയ് മാസത്തെ ജോബ് ഓപ്പണിംഗ് ബിലോ എക്സ്പെക്ടേഷൻ ആണ്. 3 ഇയർ ലോ ആണ്. അതുകൊണ്ട് US ഫെഡ് ഒരു പക്ഷേ പലിശ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനം ഇമ്മീഡിയറ്റ് എടുത്തേക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് മുന്നേറിയിട്ടുള്ളത്. NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $1,166 പെർ ഷെയർ ആണ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ അനലിസ്റ്റുകളും ആപ്പിളിന് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ആപ്പിൾ ഫോണുകളിലൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ആപ്പിൾ മുന്നേറാനുള്ള ചാൻസസ് ആണ്. $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് അടുത്ത ദിവസങ്ങളിൽ ആപ്പിൾ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതിന് പിന്നാലെ ഒരുപക്ഷെ NVIDIA $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് ട്രെൻഡാണ്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് മാത്രമാണ് പിടിച്ച് നിൽക്കുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ഇന്നലെ താഴെ വന്നിരുന്നു. എന്നും ആണെങ്കിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് $2,351.85 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് ഒരു സ്ട്രോങ് സെൻറ്റിമെൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ലോക്കലി ഉള്ള ന്യൂസുകൾ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് തുടങ്ങുകയാണ്. 7-ാം തീയതിയാണ് ഒഫീഷ്യൽ ഡിസിഷൻ വരാൻ പോകുന്നത്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അതോടൊപ്പം തന്നെ ഹിൻഡാൽക്കോന് ചെറുതായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ്. നോവലീസിൻ്റെ IPO പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് കണ്ടീഷൻ ബെറ്റർ ആയതിനു ശേഷം വീണ്ടും റീകൺസിഡർ ചെയ്യാം എന്നുള്ള ഒരു ഡിസിഷനാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഹിൻഡാൽക്കോയിൽ ചെറുതായിട്ടൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. പൊളിറ്റിക്കൽ ഡ്രിവൻ ന്യൂസ് ഫ്ലോസും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റിയാണ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അടുത്ത ക്യാബിനറ്റ് ആരാണ്, എങ്ങനെയൊക്കെയാണ്, ഫിനാൻസ് മിനിസ്റ്റർ ആരൊക്കെയാണ്, മറ്റുള്ള പോർട്ട്ഫോളിയോസൊക്കെ ആരൊക്കെ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുവരെ ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.